ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുക എന്നതാണ്. എല്ലാവർക്കും അറിയുമായിരിക്കും, എന്നാലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മളെപ്പോഴും അടുപ്പിലാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇതാ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാത്രം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് താളിച്ചിട്ട് അതിൽ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ചതച്ചോ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് ചതച്ചോ എങ്ങനെ വേണോ ഇട്ട് കൊടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ കുത്തി കുത്തി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്, സോറി. അപ്പോൾ അതിൻ്റെ കൂടെ പച്ചവെള്ളം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞൊരു മണം വരും, ഒരു ലൈറ്റ് ഒരു ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവണ വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്ന് സോഫ്റ്റ് ആവണം. ചെറിയ ഉള്ളി കുറച്ചൊന്ന് വീതിക്കാണ് അരിഞ്ഞിട്ടുള്ളത്. സവാളയേക്കാളും ഒത്തിരി വീതിക്കാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊന്ന് വഴഞ്ഞിട്ട് ഒന്ന് സോഫ്റ്റായി വരണം. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് സോഫ്റ്റായി വരണം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഞാൻ ഇവിടെ നല്ല ചെറുതായിട്ട് മറ്റേ ചോപ്പറിൽ വെച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സവാളയുടെ ഇത് എത്രത്തോളം ചെറുതാവുന്നോ അത്രയും പെട്ടെന്ന് വഴണ്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ അരിഞ്ഞിട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴണ്ട് നല്ല കളറ് മാറണം, എന്നാലേ നമ്മുടെ കറിക്ക് കളറ് കിട്ടുള്ളൂ. അപ്പം ഈ ചെറിയ ഉള്ളിയും സവാളയും എല്ലാം നന്നായിട്ട് വഴണ്ട് നല്ല നന്നായിട്ട് വഴണ്ട് കിട്ടുന്ന കളറ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുപോലെയായി വരണം. അപ്പോൾ ഇതാ ചെറിയ ഉള്ളിയും സവാളയും കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതെല്ലാം കണക്കിനാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമാണെങ്കിൽ അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, പിന്നീട് ചേർത്ത് കൊടുത്താലും മതി. അതല്ല ഇത്രയും വേണ്ടെങ്കിൽ എരിവ് കുറവ് മതിയെങ്കിൽ നിങ്ങളതിനനുസരിച്ച് കുറച്ചെടുത്താൽ മതിയാവും. അപ്പം 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2-2.5 ടേബിൾ സ്പൂൺ, 3 തികച്ച് ഞാൻ ഇടത്തില്ല. കാരണം നമ്മൾ ഈ മല്ലിപ്പൊടി കൂടുമ്പോഴത്തേക്കും മല്ലിയുടെ ചെവ നമുക്ക് കൂടുതലായിട്ട് വരും. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ കുറച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗരം മസാലയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു മിനിമം 10 മിനിറ്റ് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ മസാല ചേർത്ത് ഈ ഇളക്കുന്ന സമയത്താണ്, ഈ മിക്സ് ചെയ്യുന്തോറുമാണ് ഈ ചൂടടിച്ച് ഇത് നല്ല വഴണ്ട് വരുമ്പോഴാണ് ഈ നമ്മുടെ കറിക്ക് കളർ വയ്ക്കുന്നത്. നാച്ചുറലായിട്ട് ഒരു കളറും ചേർക്കാതെ തന്നെ നമുക്ക് ആ നല്ല റെസ്റ്റോറൻറ്റിൽ നിന്നും കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല റെഡ് കളറിൽ കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വഴറ്റി കൊടുത്ത് കൈ എടുക്കാതെ, ചൂട് ഒരുപാട് കൂടുകയും ചെയ്യരുത് എന്നാൽ കുറയുകയും ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ അടുപ്പിൽ ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് ഞാൻ പാത്രം എടുത്ത് മാറ്റിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇതായിപ്പം നന്നായിട്ട് വഴണ്ട് നല്ല കളറൊക്കെ മാറി നല്ല ചുവപ്പ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഈ കറിക്ക് ചിക്കനിൽ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള, നിങ്ങൾ ആദ്യം തന്നെ കണ്ടായിരുന്നു ഞാൻ ചിക്കനിൽ പ്രത്യേക അരപ്പൊന്നും ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പം ഈ ചിക്കന് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഈ മസാലയിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ചൂടുവെള്ളം ഒഴിച്ച് ഈ കറി ജസ്റ്റ് ഒന്ന് കറിയാക്കി എടുക്കണം. കുറച്ചൊരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് ഒന്ന് കറിയാക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ. എന്നാലേ ആ ചിക്കനിൽ എല്ലായിടത്തും ആ കറിയൊക്കെ നന്നായിട്ട് വരണ്ട്
മസാല പിടിച്ച് വരത്തുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ കറി മസാലയെല്ലാം എല്ലായിടത്തോട്ടും നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഇടവിട്ട് നമ്മൾ ഇത് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ മൂട്ടി പിടിക്കുമെന്ന് പറയില്ലേ, അതുപോലെ വരും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ ഉടഞ്ഞു പോവാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് വെച്ച് ഒരു 20-25 മിനിറ്റ് വേവുമ്പോഴത്തേക്കും ഇത് നമുക്ക് കുറച്ചുകൂടി ക്വാണ്ടിറ്റി ഉള്ളതുണ്ടാവും. 1 കിലോയ്ക്ക് മേലെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് ഇത്. അപ്പോൾ നമ്മൾ അത്രയും കുറച്ച് ചിക്കനേ ഉള്ളെങ്കിൽ അത്രയും സമയം വേണ്ട. അപ്പം ഓരോ ചിക്കൻ്റെ കണക്കനുസരിച്ച് നിങ്ങൾ സമയം കൂട്ടിയും കുറച്ചും എടുത്താൽ മതിയാവും. എനിക്കൊരു 20-25 മിനിറ്റ് ആയപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല കറിക്കൊക്കെ നന്നായിട്ട് വെള്ളം വന്ന് തുടങ്ങി. ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണിത്. ഞാൻ അഡീഷണൽ ഒരു വെള്ളവും ഞാൻ ചേർത്തിട്ടില്ല. ആദ്യം നമ്മൾ ആ മസാലയ്ക്ക് ചേർത്ത വെള്ളം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നീട് വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേയൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചും കൂടെ വറ്റാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ആ ചെറു തീയിൽ വെച്ച് തന്നെ നന്നായിട്ട് വറ്റിച്ചെടുത്താൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി എല്ലാ ചിക്കനിലൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പൈസി ടേസ്റ്റി ചിക്കൻ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.